നമസ്കാരം. നമുക്കെല്ലാവർക്കും ഒരുപാട് തവണ കേട്ട് പരിചയമുള്ളൊരു കഥയുണ്ട്, മുടിയനായ പുത്രന്റെ കഥ. ഇന്ന് നമ്മൾ ആ കഥയുടെ അത്രയൊന്നും ആരും സംസാരിക്കാത്ത ഒരിടത്തേക്ക്, ഒരു നിശ്ശബ്ദതയിലേക്ക് ഒരുമിച്ച് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അതെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിശ്ശബ്ദതകളുണ്ട്. അങ്ങനൊരു നിശ്ശബ്ദതയാണ് ഈ യാത്രയുടെ കേന്ദ്രവും. ആരും പറയാതെ പോയ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു നിമിഷം. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ഒന്നോർത്തു നോക്കൂ. ഒരറ്റത്ത് ഒരു മകനെ തിരിച്ചു കിട്ടിയ അപ്പന്റെ ആലിംഗനം, മറ്റേ അറ്റത്ത് ഇതെല്ലാം കണ്ട് നീരസത്തോടെ നിൽക്കുന്ന മൂത്ത സഹോദരൻ. ഇതിന് രണ്ടിനുമിടയിൽ വാക്കുകളില്ലാത്തൊരു വലിയ നിമിഷമുണ്ട്, അല്ലേ? ആ നിശബ്ദതയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? അപ്പോ നമുക്ക് ആദ്യം ഈ രണ്ട് സഹോദരന്മാരിലേക്ക് വരാം. കാരണം അവർ രണ്ടുപേരും നിശബ്ദരായിരുന്നു. പക്ഷേ ആ നിശബ്ദതകൾ ഒന്നായിരുന്നില്ല. ആദ്യം നമുക്ക് ഇളയ മകനെ നോക്കാം. അവൻ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വെറും കൈയോടെയല്ല വരുന്നത്. അവന്റെ മനസ്സിലൊരു പ്രസംഗം തന്നെയുണ്ട്, അല്ലേ? അപ്പ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് തുടങ്ങുന്ന നന്നായി ഒരുക്കിവെച്ച വാക്കുകൾ. പക്ഷേ അപ്പന്റെ ആ സ്നേഹം നിറഞ്ഞ ഓട്ടവും ആലിംഗനവും കണ്ടപ്പോൾ ആ വാക്കുകൾക്കൊക്കെ എന്തു പ്രസക്തി? എല്ലാം അലിഞ്ഞില്ലാതായി. അതൊരു കീഴടങ്ങലിന്റെ നിശബ്ദതയാണ്. വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ സ്നേഹം സ്വീകരിക്കുന്ന നിമിഷം. അതായത് യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളിലല്ല, മറിച്ച് ആ സമർപ്പണത്തിലാണ്. നമ്മൾ എത്ര നന്നായി ക്ഷമാപണം എഴുതി തയ്യാറാക്കി എന്നതിലല്ല കാര്യം, മറിച്ച് ഒന്നും മിണ്ടാതെ നമ്മളെ തന്നെ ചേർത്തു പിടിക്കാൻ വിട്ടുകൊടുക്കുന്ന ആ മനസ്സിലാണ്. അത് കുറ്റബോധം അഭിനയിക്കുകയല്ല, സ്നേഹിക്കപ്പെടാൻ നമ്മളെ തന്നെ അനുവദിക്കുകയാണ്. ഇനി നമുക്ക് മൂത്ത മകനിലേക്ക് വരാം. അവന്റെ നിശബ്ദത അത് തീർത്തും വ്യത്യസ്തമാണ്. അതൊരു തണുത്ത നിശബ്ദതയാണ്, നീരസത്തിൻ്റേതാണ്. താൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും തനിക്ക് കിട്ടാത്ത സ്നേഹവും പരിഗണനയും ഒരു യോഗ്യതയുമില്ലാത്ത അവന് കിട്ടുന്നതിലെ ഒരു പ്രതിഷേധം, സന്തോഷത്തെ തടഞ്ഞു നിർത്തുന്ന, വിരുന്നിൽ പങ്കുചേരാൻ അനുവദിക്കാത്തൊരു മതിൽക്കെട്ടാണ് അവന്റെ നിശബ്ദത. ഇവിടെ നോക്കൂ, ആ വ്യത്യാസം എത്ര വ്യക്തമാണെന്ന്. ഇളയ മകൻ്റേത് ഒരു സമർപ്പണമാണ്, ഹൃദയം തുറന്നു വയ്ക്കുന്ന ഒരവസ്ഥ. എന്നാൽ മൂത്ത മകൻ്റേതോ അതൊരു ചെറുത്തുനിൽപ്പാണ്, ഹൃദയം കഠിനമാക്കുന്ന, സന്തോഷത്തെ പുറത്തു നിർത്തുന്ന ഒരവസ്ഥ. ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിക്കുമ്പോൾ മറ്റൊന്ന് ആ സ്നേഹത്തെ തടഞ്ഞു നിർത്തുന്നു. ഇത്രയും നേരം നമ്മൾ ആ കഥയിലായിരുന്നു. ഇനി നമുക്ക് പതിയെ നമ്മളിലേക്ക് വരാം. കാരണം ഈ കഥ നമ്മളോടാണ് സംസാരിക്കുന്നത്. ഈ നിശബ്ദതകൾ നമ്മുടെ ഉള്ളിലുമുണ്ട്. ഒരു നിമിഷം ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദത ആരുടേതാണ്? ഇളയ മകൻ്റേതാണോ അതോ മൂത്ത മകൻ്റേതാണോ? സത്യം പറഞ്ഞാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ രണ്ട് നിശബ്ദതകൾക്കിടയിൽ എവിടെയാണല്ലേ? ചിലപ്പോൾ നമ്മൾ ഇളയ മകനെ പോലെ കരുണയ്ക്കായി ദാഹിക്കും. മറ്റു ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഉള്ളിൽ ആ മൂത്ത മകൻ്റെ നീരസവും അസൂയയും തലപൊക്കും. ഈ രണ്ടുപേരും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? ഈ സംഘർഷത്തിനപ്പുറം ഒരു വഴിയുണ്ട്. അത് പ്രകടനങ്ങൾ നിർത്തുക എന്നതാണ്. നമ്മൾ ശരിയാണെന്നോ തെറ്റാണെന്നോ സ്ഥാപിക്കാനുള്ള ശ്രമം നിർത്തുക. എന്നിട്ട് യഥാർത്ഥത്തിൽ കേൾക്കാൻ തുടങ്ങുക, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ. ചിലപ്പോൾ ബൈബിളിലെ ഈ നിശബ്ദമായ ഭാഗങ്ങൾ ഒരു ക്ഷണമാണ്. ആ വിടവ് നമ്മുടെ സ്വന്തം കഥ കൊണ്ട് നിറയ്ക്കാനുള്ള ക്ഷണം. ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. എവിടെയാണ് നിങ്ങൾ കൃപയെ വേണ്ടെന്ന് വെക്കുന്നത്? എവിടെയാണ് പഴയ നീരസങ്ങളെ മുറുകെ പിടിക്കുന്നത്? എവിടെയാണ് സ്നേഹത്തോടെ ആരെങ്കിലും ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ഭയക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ആ വലിയ സന്തോഷത്തിന്റെ വിരുന്നിന് പുറത്തു നിൽക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു രൂപരേഖയും ഈ കഥ നമുക്ക് തരുന്നുണ്ട്. ആന്തരികമായ ഒരു നിശ്ചലതയിലേക്കുള്ള വഴി. നോക്കൂ, ഇത് വളരെ ലളിതമാണ്. ഒന്നാമതായി, അനുതാപം തുടങ്ങുന്നത് വാക്കുകളിലല്ല, നിശബ്ദതയിലാണ്. രണ്ടാമതായി, സൗഖ്യം വരുന്നത് നമ്മുടെ വാശികളിൽ നിന്നല്ല, സമർപ്പണത്തിൽ നിന്നാണ്. മൂന്നാമതായി, ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നത് ബഹളങ്ങളിലല്ല, ആഴമായ നിശ്ചലതയിലാണ്. ഈ 3 പടവുകൾ, അതാണ് വഴി. ശരിക്കും ഇതിൻ്റെ എല്ലാം അർത്ഥം ഇതാണ്. നമ്മുടെ ഹൃദയം ഒന്ന് ശാന്തമാവുകയാണെങ്കിൽ ആ നിശബ്ദതയിൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. അത് നമ്മളോട് പറയും, നീ ഇതിനകം സ്നേഹിക്കപ്പെട്ടവനാണ്, ഒന്നും തെളിയിക്കേണ്ട, വീട്ടിലേക്ക് വരൂ. അങ്ങനെ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. വീട്ടിലേക്കുള്ള മടക്കം, ആ അന്തിമമായ നിശബ്ദത. ഈ നിമിഷം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? നിങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങൾ ഒന്നടങ്ങട്ടെ. നിങ്ങളെ അലട്ടുന്ന കുറ്റബോധത്തിൻ്റെ ഭാരമൊന്നഴിയട്ടെ. ആരോടെങ്കിലുമുള്ള നീരസം പതിയൊന്നും മയപ്പെടട്ടെ. എന്നിട്ട് ആ ശാന്തതയിലേക്ക്, ആ നിശബ്ദതയിലേക്ക് ഒന്ന് ചുവടുവെക്കൂ. കാരണം ആത്യന്തികമായി ആ നിശബ്ദത തന്നെയാണ് നമ്മുടെ അഭയസ്ഥാനം. നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുരുവും അതുതന്നെയാണ്. അതൊരു ശൂന്യതയല്ല, മറിച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഒരിടമാണ്.
അതുകൊണ്ട് ഓർക്കുക, ആഴമേറിയ ആ നിശ്ശബ്ദതയിൽ ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ആ ശാന്തതയിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ.